Hello, dear students. Good morning and welcome back to our class, Business Regulations. In the last class, we have discussed about void agreements. As we discussed, void agreements are those agreements which are not enforceable by law. And while discussing about void agreements, we have discussed about wagering agreements. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേജറിംഗ് എഗ്രിമെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. Okay, in the case of wagering agreement, the performance of contract is depending upon the happening or non-happening of a uncertain future event. ഓക്കെ, നമ്മൾ പറഞ്ഞു ഭാവിയിൽ എന്തെങ്കിലും കാര്യം നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്താൽ നമ്മൾ ഇന്ന പെർഫോമൻസ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ വേജറിംഗ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബെറ്റ് വെക്കുന്നത് പോലെ തന്നെയാണ് വേജറിംഗ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേജറിംഗ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് വോയിഡ് എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഹാസ് നോ വാലിഡിറ്റി. എന്നാൽ വേജറിംഗ് എഗ്രിമെൻറ്റ് പോലെ തന്നെ പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ് ആണെങ്കിൽ കൂടി വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റുകളുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ്. ഓക്കെ, ഓർ കണ്ടീഷണൽ കോൺട്രാക്റ്റ്. ഓക്കെ, കണ്ടിൻജൻറ്റ് കോൺട്രാക്ട്സ് ആർ വാലിഡ് കോൺട്രാക്ട്സ്. ഇപ്പോൾ എന്താണ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് നോക്കാം. A contract may be an unconditional contract or conditional contract. Unconditional contract is one whose performance does not depend upon any event. On the other hand, a conditional contract or a contingent contract is one whose performance is depend upon fulfillment of a particular condition. Okay, ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അൺകണ്ടീഷണലോ കണ്ടീഷണലോ ആവാം. ഓക്കെ, അൺകണ്ടീഷണൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അത്തരം കോൺട്രാക്റ്റുകളുടെ പെർഫോമൻസ് വേറെ ഏതെങ്കിലും ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഇരിക്കുന്നത്. ഓക്കെ, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നമ്മളത് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ വേറെ കണ്ടീഷൻസോ അല്ലെങ്കിൽ ഇന്ന കാര്യം സംഭവിച്ചാൽ നമ്മൾ പെർഫോം ചെയ്യാമെന്നല്ല അവിടെ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന കാര്യം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അൺകണ്ടീഷണൽ കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അവിടെ വേറെ എന്തെങ്കിലും കണ്ടീഷൻസോ അല്ലെങ്കിൽ കണ്ടിൻജൻസീസോ നമ്മൾ വെക്കുന്നില്ല. ഓക്കെ, എന്നാൽ ചില സമയങ്ങളിൽ കോൺട്രാക്റ്റ് കണ്ടീഷണൽ ആവാം. ഓക്കെ, ഭാവിയിൽ ഇന്ന കാര്യം സംഭവിച്ചാൽ ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളെ നമുക്ക് കണ്ടീഷണൽ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഹിയർ ദി പെർഫോമൻസ് ഓഫ് കോൺട്രാക്റ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഫുൾഫിൽമെൻറ്റ് ഓഫ് എ ഫ്യൂച്ചർ അൺസർട്ടൺ ഇവൻറ്റ്. ഓക്കെ, ഭാവിയിൽ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ കൂടെ തരാം എന്ന് പറഞ്ഞ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളെ നമുക്ക് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കണ്ടീഷണൽ കോൺട്രാക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, എനിവേ contingent contract are the contract where the promisor perform his obligation only when certain conditions are met. ഓക്കെ, ചില കണ്ടീഷൻസ് മെറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ മാത്രം ആണ് പ്രോമിസർ അയാളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുകയുള്ളൂ. ഓക്കെ, അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു എക്സാമ്പിളാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ്. ഓക്കെ, നമുക്കറിയാം ഭാവിയിൽ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ ആ ചിലവ് അല്ലെങ്കിൽ നഷ്ടപരിഹാരം തരാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ്. ഓക്കെ, then coming to the definition, according to section 31 of the Contract Act, a contingent contract is a contract to do or not to do something if some event collateral to such contract does not or does happened. Okay, സോ കോൺട്രാക്റ്റുമായി കൊളാറ്ററൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രാക്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ് നടക്കുകയോ അല്ലെങ്കിൽ നടക്കാതിരിക്കുകയോ ചെയ്താൽ എന്തെങ്കിലും കാര്യം ചെയ്യാമെന്നോ ചെയ്യില്ല എന്നോ പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ഈസ് എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം ഇവൻറ്റ് കൊളാറ്ററൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് നോട്ട് ഓർ ഡസ് ഹാപ്പൻഡ്. ഓക്കെ, സെക്ഷൻ 31 ഡിഫൈൻസ് ദി കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ്. ഓക്കെ, so take an example. X promised to pay Y rupees 25,000 if Y's house is burned. The performance of contract depends upon the future event. Okay, it is therefore a contingent contract. Okay, X എന്ന് പറയുന്ന ആൾ Y എന്ന് പറയുന്ന മറ്റൊരാളോട് ഒരു പ്രോമിസ് നൽകുകയാണ്. അതായത് വൈയുടെ വീട് നശിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 25,000 രൂപ തരാമെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ വൈയുടെ വീട് ഇത്തരത്തിൽ കത്തി നശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന ആൾ വൈ എന്ന് പറയുന്ന വ്യക്തിക്ക് 25,000 രൂപ നൽകുന്നു. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല, പെർഫോമൻസ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി
happening or non-happening of a future uncertain event. Then characteristics of a contingent contract. Okay, the essential characteristics of a contingent contract are: first one, uncertain event. Okay, here performance is depend upon a future uncertain event. The subject matter of a contingent contract is always uncertain. When there is certainty in subject matter of contract is should not be contingent contract. ഓക്കെ, സോ ഇവിടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും അൺസേർട്ടൺ ആയിരിക്കണം. ഓക്കെ, ഇറ്റ് ഷുഡ് നോട്ട് ബി പ്രഡിക്റ്റബിൾ. സെർട്ടേണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ നമുക്ക് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ആണെന്ന് വിളിക്കാൻ സാധിക്കില്ല. ഓക്കെ, മറ്റൊന്ന് ഡിപ്പെൻഡ് ഓൺ എ ഫ്യൂച്ചർ ഇവൻറ്റ്. ദി പെർഫോമൻസ് ഓഫ് കണ്ടിൻജൻറ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡ്സ് ഓൺ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ്. ഓക്കെ, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കണം കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമായിരിക്കണം. ഓക്കെ, സോ അൺസേർട്ടൺ ആയിരിക്കണം, ഫ്യൂച്ചർ ആയിരിക്കണം. മറ്റൊന്ന് കൊളാറ്ററൽ ഇവൻറ്റ്. ഓക്കെ, ദി അൺസേർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ് ഈസ് കൊളാറ്ററൽ ടു ദി കോൺട്രാക്റ്റ്. ഓക്കെ, കോൺട്രാക്റ്റുമായിട്ട് കൊളാറ്ററൽ ആയിരിക്കണം അല്ലെങ്കിൽ ഇൻസിഡൻ്റൽ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ദി മെയിൻ പോയിൻ്റ്. ഓക്കെ, ദി അൺസേർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ് ഈസ് കൊളാറ്ററൽ ടു ദി കോൺട്രാക്റ്റ്, ദാറ്റ് ഈസ് ഇൻസിഡൻ്റൽ ടു കോൺട്രാക്റ്റ്. ഓക്കെ, വേജറിങ് എഗ്രിമെൻറ്റിൻ്റെ കേസിൽ ഈ ഒരു കണ്ടീഷൻ അവിടെ ഫുൾഫിൽ ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, so these are the characteristics of a contingent contract. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റൂൾസ് റിഗാർഡിംഗ് പെർഫോമൻസ് ഓഫ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ്. ഓക്കെ, എപ്പോഴാണ് ഒരു കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള റൂൾസ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഡിഫറൻറ്റ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റുകളുണ്ട്. അപ്പോൾ ഓരോന്നിലുള്ള റൂൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് റൂൾ റിഗാർഡിംഗ് contingent contract depending upon happening of an uncertain future event. ഓക്കെ, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ പെർഫോം ചെയ്യേണ്ടതായിട്ടുള്ള കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റുകളുണ്ട്. ഓക്കെ, ആ കേസിൽ എങ്ങനെയാണ്? വെൻ കണ്ടിൻജൻറ്റ് കോൺട്രാക്ട് ഈസ് മെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ഹാപ്പനിങ് എ ഫ്യൂച്ചർ അൺസർട്ടൺ ഇവൻറ്റ് cannot be enforceable by law until the event has happened. ഓക്കെ, സോ ആ ഇവൻറ്റ് നടന്നതിന് ശേഷം മാത്രം പറഞ്ഞിട്ടുള്ള കാര്യം പെർഫോം ചെയ്താൽ മതി. ഓക്കെ, ആ ഇവൻറ്റ് നടക്കുന്നത് വരെ അല്ലെങ്കിൽ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ എൻഫോഴ്സബിൾ അല്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി റൂൾ റിഗാർഡിംഗ് കോൺട്രാക്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഹാപ്പനിങ് ഓഫ് എ അൺസർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ്. ദെൻ കണ്ടിൻജൻറ്റ് കോൺട്രാക്ട് ഡിപ്പെൻഡിങ് അപ്പോൺ നോൺ ഹാപ്പനിങ് ഓഫ് എ അൺസർട്ടൺ ഫ്യൂച്ചർ ഇവൻറ്റ്. ഓക്കെ, ചില സമയങ്ങളിൽ നമ്മൾ ഭാവിയിൽ ഇന്ന കാര്യം നടന്നില്ലെങ്കിൽ നമുക്കിത് പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ആ കേസിൽ എങ്ങനെയാണ്? According to section 33, a contingent contract that depends upon non-happening of an uncertain future event can be enforced by law only when such event has become impossible. Okay, ആ ഇവൻറ്റ് ഇമ്പോസിബിൾ ആവുന്ന സമയത്ത് മാത്രം, അതൊരിക്കലും നടക്കില്ല എന്ന് വരുന്ന സമയത്ത് മാത്രമേ അത്തരം കോൺട്രാക്റ്റുകൾ എൻഫോഴ്സിബിൾ ആവുള്ളൂ. ഇപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഹോൾസെയിലർ റീറ്റെയിലർക്ക് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇന്ന് തന്നെ താങ്കൾ പറഞ്ഞിട്ടുള്ള ഓർഡർ അല്ലെങ്കിൽ ആ ലോഡ് താങ്കളുടെ ഗോഡൗണിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താങ്കൾക്ക് ഒരു തുക നഷ്ടപരിഹാരം നൽകാമെന്ന് പറയുകയാണ്. ഓക്കെ, സോ ആ ലോഡ് പോകുന്ന സമയത്ത് അത് ആക്സിഡൻ്റായി ആ ലോഡ് കത്തി നശിച്ചു. ഓക്കെ, പിന്നീട് എന്തായി? അപ്പോൾ അത് ഇന്ന് അവിടെ എത്തിക്കാൻ പറ്റില്ല, അവിടെ ഹാപ്പനിങ് എന്ന് പറയുന്നത് ഇമ്പോസിബിളായിട്ട് മാറി. അപ്പോൾ ആ കേസിൽ ഇത്തരം കോൺട്രാക്റ്റുകൾ വാലിഡായിട്ട് മാറുന്നു. ഓക്കെ, അതായത് ഈ ഹോൾസെയിലർ റീറ്റെയിലർക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ഓക്കെ, സോ ദാറ്റ് ഈസ് the rule regarding contingent contract depending upon non-happening of a uncertain event. ഓക്കെ, സോ രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒന്ന്, ഹാപ്പനിങ് ഓഫ് അൺസർട്ടൺ ഇവൻ്റ് ആകുമ്പോൾ ആ കാര്യം സംഭവിച്ചാൽ മാത്രം അത് ലീഗലായിട്ട് മാറുന്നുള്ളൂ അല്ലെങ്കിൽ എൻഫോഴ്സിബിളായിട്ട് മാറുന്നുള്ളൂ. ദെൻ നോൺ ഹാപ്പനിങ്ങിൽ ആ ഹാപ്പനിങ് ഓഫ് ഇവൻറ്റ് ഇമ്പോസിബിളായി മാറുന്ന സമയത്താണ് വാലിഡായിട്ട് മാറുന്നത്. ഓക്കെ, മറ്റൊന്ന് റൂൾ റിഗാർഡിംഗ് കണ്ടിൻജൻറ്റ് എഗ്രിമെൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇമ്പോസിബിൾ ഇവൻറ്റ്. ഓക്കെ, ഒരു ഇമ്പോസിബിൾ ഇവൻറ്റ് ഹാപ്പൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടീഷൻ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ കേസ്? കണ്ടിൻജൻറ്റ് കോൺട്രാക്ട് ഇൻ വിച്ച് സബ്ജക്റ്റ് മാറ്റർ ഈസ് ആൻ ഇമ്പോസിബിൾ ഇവൻറ്റ് ഈസ് ഓൾവേസ് വോയിഡ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. വോയിഡ് കോൺട്രാക്റ്റുകളെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഇമ്പോസിബിൾ ഇവൻറ്റ് നടക്കുകയാണെങ്കിൽ ഒരു കോൺട്രാക്റ്റ് നമുക്ക് പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ എല്ലാ സമയത്തും വോയിഡ് തന്നെ ആയിരിക്കണം. ഓക്കെ, കാരണം നമ്മൾ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഈസ് എസെൻഷ്യൽ. ഓക്കെ, ഇപ്പോൾ താങ്കൾ അമ്പിളി മാമനെ പിടിച്ചു കൊണ്ടുവരികയാണെങ്കിൽ താങ്കൾക്ക് 50,000 രൂപ തരാം എന്ന് പറഞ്ഞിട്ട് എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വോയിഡാണ്. കാരണം അമ്പിളി മാമനെ പിടിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, മറ്റൊന്ന്
contingent contract depending upon happening of a specified uncertain event within a fixed time. Okay, a contingent contract which is made of happening a specified uncertain event within a fixed time become void when specified event does not happen within the fixed time. ഓക്കെ, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇന്ന കാര്യം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ താങ്കൾക്ക് 50,000 രൂപ തരാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു മാസത്തിനുള്ളിൽ മഴ പെയ്താൽ മാത്രമേ അത് വാലിഡായിട്ട് മാറുന്നുള്ളൂ. ഓക്കെ, ഒരു മാസത്തിന് ശേഷം മഴ പെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡായിട്ട് മാറുന്നു. ഓക്കെ, മറ്റൊന്ന് contingent contract depending upon non-happening of a specified uncertain event within a fixed time. Okay, a contract contingent on a specified and uncertain event not happening within a fixed time may be enforced when time has been expired and even event has not happened or when time has not expired. Okay, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇന്ന സംഭവം നടന്നിട്ടില്ല എങ്കിൽ നമുക്ക് കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആ ടൈം പീരീഡ് ലാപ്സ് ആവണം, അല്ലെങ്കിൽ എക്സ്പയർ ആവണം. അതല്ലാന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് എക്സ്പയർഡ് ആയിട്ടും ആ ഇവൻറ്റ് ഹാപ്പൻ ചെയ്തിട്ടില്ലായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് എക്സ്പയർ ആവാൻ പാടില്ല. ഓക്കെ, എങ്കിൽ മാത്രമേ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിട്ട് മാറുകയുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദി റൂൾസ് റിഗാർഡിംഗ് പെർഫോമൻസ് ഓഫ് എ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ്. ഓക്കെ, then coming to the differences between contingent contract and wagering agreement. ഓക്കെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റും വേജറിങ് അഗ്രിമെൻറ്റും ഒരു സിമിലാരിറ്റി ഉണ്ട്, ബട്ട് ദർ ആർ ഡിഫറൻസസ്. ഓക്കെ, ഫസ്റ്റ് വണ്, കണ്ടിൻജൻറ്റ് കോൺട്രാക്ട് ഈസ് എ വാലിഡ് കോൺട്രാക്ട് വൈൽ വേജറിങ് അഗ്രിമെൻറ്റ് ആർ വോയിഡ് അഗ്രിമെൻറ്റ്. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു കണ്ടിൻജൻറ്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത് വാലിഡ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് വോയിഡ്, ബട്ട് എ വേജറിങ് അഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. ഓക്കെ, ഇറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യം. Then, in the case of a contingent contract, there is no reciprocal promises are made, while in a wagering agreement, it consists of reciprocal promise. Okay, wagering agreement consists a mutual or reciprocal promise, whereas there may not be reciprocal or mutual promise in the case of contingent contract. ഓക്കെ, നമുക്കറിയാം വേജറിങ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ബെറ്റ് പോലെയാണ്. ഓക്കെ, ഭാവിയിലൊരു സംഭവം നടക്കുകയാണെങ്കിൽ ഒരാൾ മറ്റേ വ്യക്തിക്ക് പേയ്മെൻറ്റ് നടത്തുന്നു, എന്നാൽ ആ സംഭവം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേ വ്യക്തി ഈ വ്യക്തിക്ക് തിരിച്ചും പേയ്മെൻറ്റ് നടത്തണം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. സംഭവം നടക്കുകയാണെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക്, നടന്നിട്ടില്ലെങ്കിൽ മറ്റേയാൾ തിരിച്ചും പേയ്മെൻറ്റ് നടത്തണം. എന്നാൽ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു റെസിപ്രോക്കൽ പേയ്മെൻറ്റിനെ വെച്ച് പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പേയ്മെൻറ്റ് നടത്തുന്നതിനെ കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ ഒരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താങ്കൾക്ക് 5,000 രൂപ തരാം എന്ന് പറയുകയാണ്, ആ സംഭവം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് അയാൾ ഇങ്ങോട്ട് 5,000 രൂപ തരണമെന്ന് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിൽ പറയുന്നില്ല. ഓക്കെ, അത്തരത്തിലൊരു റെസിപ്രോക്കൽ പേയ്മെൻറ്റിനെ കുറിച്ചിട്ട് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിൽ പറയുന്നില്ല, എന്നാൽ വേജറിങ് അഗ്രിമെൻറ്റിൽ റെസിപ്രോക്കൽ പേയ്മെൻറ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ in the case of contingent contract, both parties have interest in subject matter. ഓക്കെ, കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടീസിനും ഇതിൽ പറയുന്ന സബ്ജക്റ്റ് മാറ്ററിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. എന്നാൽ ഇൻ ദി കേസ് ഓഫ് വേജറിങ് അഗ്രിമെൻറ്റ് പാർട്ടീസ് മേ നോട്ട് ഹാവ് മച്ച് ഇൻട്രസ്റ്റ്. ഓക്കെ, സബ്ജക്റ്റ് മാറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആ ബെറ്റ് മണി എന്നത് മാത്രമാണ്. ഓക്കെ, സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് കിട്ടുക എന്നുള്ളത് മാത്രമാണ് വേജറിങ് അഗ്രിമെൻറ്റിൻ്റെ കേസിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാലിഡിറ്റിയുടെ കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വാലിഡ് ആണ്, എന്നാൽ വേജറിങ് അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് വോയിഡ് ആണ്. ഓക്കെ, ദെൻ നേച്ചർ നോക്കുന്ന സമയത്ത് കണ്ടിൻജൻറ്റ് കോൺട്രാക്ട് ഈസ് നോട്ട് എ വേജറിങ് ഇൻ നേച്ചർ. ഓക്കെ, കണ്ടിൻജൻറ്റ് കോൺട്രാക്ട് ഈസ് നോട്ട് എ വേജറിങ് ഇൻ നേച്ചർ, ബട്ട് വേജറിങ് കോൺട്രാക്ട് ഈസ് എ കണ്ടിൻജൻറ്റ് ഇൻ നേച്ചർ. ഓക്കെ, കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റിന് വേജറിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ വേജറിങ് കോൺട്രാക്റ്റിന് കണ്ടിൻജൻറ്റിൻ്റെ സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. Okay, so these are the main difference between contingent contract and wagering agreements. Okay, so ഇന്ന് നമ്മൾ ഇത്ര ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു.